ഹായ് വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ. അതായത് ലാസ്റ്റ് വീക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡൗട്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ Q&A സെക്ഷനിൽ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്ന അഡാപ്ലിൻ ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ സ്റ്റിങ്ങിനെസ്ലി അതെന്തുകൊണ്ടെന്നുള്ളത്, ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാമോ എന്നുള്ളതിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് റീബൗണ്ടായ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ നല്ല സിറം ഇൻഗ്രീഡിയൻറ്റ് ഏതാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ ഇതിനകത്ത് ഏതെങ്കിലും ആണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക, അതാണെന്ന് പറയുക. അല്ല ഇത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേയുടെ Q&A സെക്ഷനിൽ ഷോർട്ടിലോ ലോങ്ങിലോ ആയിട്ട് കവർ ചെയ്യാവുന്നതാണ്. അതിനുമുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ട് സയൻസ് ബേസ്ഡ് വീഡിയോസാണ് നമ്മൾ ഈ ചാനൽ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചാനൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അഡാപ്ലിൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫേസിൽ ചെറുതായിട്ടൊരു സ്റ്റിങ്ങിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എരിച്ചിലുണ്ട്, അത് 2 മിനിറ്റ് ഉണ്ടാവാറുള്ളൂ എന്നതിനെ പറ്റിയിട്ട്. അതിന് മുന്നേ നമുക്ക് എന്താണ് അഡാപ്ലിൻ എന്ന് നോക്കാം. അഡാപ്ലിൻ എന്ന് പറയുന്നത് റെറ്റിനോയിഡ് എന്ന് പറയുന്ന വിറ്റാമിൻ എ ഡെറിവേറ്റീവ് ഫാമിലിക്കകത്തുള്ള ഒരു സാധനമാണ്. നമ്മുടെ റെറ്റിനോയിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റേബിളും മൈൽഡും ആയിട്ടുള്ള ഫോമിലാണ് അഡാപ്ലിൻ. അഡാപ്ലിൻ ഉണ്ടാക്കിയിരിക്കുന്ന മെയിനായിട്ടും നമ്മുടെ ആക്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അഡാപ്ലിൻ. ഇത് FDA അപ്രൂവ് ചെയ്ത ഒരു ആക്നെ ട്രീറ്റിംഗ് ഏജന്റ് ആണ്. ഇത് മെയിനായിട്ടും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ ഇന്ത്യയിൽ എന്ന് പറയാൻ കാരണം ചില രാജ്യങ്ങളിൽ ഇത് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, കൗണ്ടർ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത് വിത്ത് പ്രിസ്ക്രിപ്ഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ സെറാവി ഒക്കെ പോലെയുള്ള ബ്രാൻഡ്, സെറാവി ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. അഡാപ്ലിൻ പുറത്ത് വിൽക്കുന്നുണ്ട്, അത് ഞാൻ ഏതാണെന്ന് നോക്കിയിട്ട് പറഞ്ഞില്ല, ഉറപ്പില്ലാത്തവർ പറയുന്നില്ല. എനിവേസ്, അപ്പോൾ ചില ബ്രാൻഡുകാർ അഡാപ്ലിൻ പുറത്ത് വിൽക്കുന്നുണ്ട്. പക്ഷേ അഡാപ്ലിൻ നമ്മുടെ ഇന്ത്യയിൽ വിത്ത് പ്രിസ്ക്രിപ്ഷനിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. സോ അഡാപ്ലിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൻ്റെ സെൽ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതായത് ചില ആൾക്കാരിൽ ഈ ഡെഡ് സ്കിൻ സെൽസ് നമ്മുടെ സ്കിന്നിൽ അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മുടെ പോസിനെ അടയ്ക്കാൻ കാരണമാവും. ഇത് അടയുമ്പോഴത്തേക്ക് നമുക്ക് കൊമഡോൺസ് വരും. അതായത് എന്താ പറയുക, ക്ലോസ്ഡ് കൊമഡോൺസ് ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ കൊമഡോൺസ് ആയിട്ടോ, വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ആയിട്ട് വരാം. പിന്നെ അത് ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്നെ ആയിട്ട്, അതായത് പിമ്പിൾസ് ആയിട്ട് മാറാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടേൺ ഓവർ റേറ്റ് കുറയ്ക്കും. അപ്പോൾ ഈ ഡെഡ് സ്കിൻ സെൽസ് അക്യൂമുലേറ്റ് ചെയ്യത്തില്ല, ഇതെന്ത് ചെയ്യും, ഷെഡ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കുറവാണ്. കൂടാതെ പോസിനകത്ത് പോയി പോസിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പുറത്ത് കളയാനും അഡാപ്ലിന് കഴിവുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് പിമ്പിൾസിന് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്യാനും ഡ്രൈനെസ്സും ഫ്ലേക്കിനെസ്സും നമ്മുടെ സ്കിന്നിന് തരാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ അഡാപ്ലിൻ ഒരു എന്താ പറയുന്നത്, വെറ്റ് സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഡ്രൈ സ്കിന്നല്ല ഡാമ്പായിരിക്കുന്ന സ്കിന്നിലാണ് അഡാപ്ലിൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് അപ്പോൾ ഒരു തുടക്കക്കാരനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇതൊരു ഡ്രൈ ആക്കും. ചില ആൾക്കാർക്ക് ചെറിയൊരു എരിച്ചിൽ വരും, ഒരു 2-3 മിനിറ്റൊക്കെ ഇതിന് നിൽക്കാറുള്ളൂ. ചില ആൾക്കാർക്ക് ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഫ്ലേക്കിനെസ്സോ, ചില ആൾക്കാർക്ക് പിമ്പിൾസ് വരെ പുറത്ത് വരും. ഇതിനാണ് നമ്മൾ ആ അഡ്ജസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ സിറ്റുവേഷൻ, അതായത് ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ അഡാപ്റ്റിംഗ് അഗ്ലി എന്ന് പറയുന്നത്. ആ ഒരു പീരീഡിന് അഡ്ജസ്റ്റിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇഷ്യൂ, അല്ല ഇതാണ് റീസൺ എന്തുകൊണ്ടാണ് സ്റ്റിങ്നെസ് വരുന്നു എന്നുള്ളതിന് റീസൺ. ഇത് വളരെ കൂടുതലായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയതുകൊണ്ടോ നിങ്ങൾ മറ്റുള്ള എന്തെങ്കിലും ആക്റ്റീവ്സിൻ്റെ കൂടെ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ടോ ഒക്കെ ആവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിയർ ആയിട്ട് എക്സിമ, അതല്ലെങ്കിൽ വേറെ സൺബേൺ പോലെയുള്ള സ്കിൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എരിച്ചിൽ വരും. ഇത് 2 മിനിറ്റ് ഒന്നും ആയിരിക്കും, ഇത് കണ്ടിന്യൂസ് നിൽക്കും. നമുക്ക് എന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരെ വരാം. സോ ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ ആ ഒരു എരിച്ചിൽ എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം യൂസ് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, പ്രഗ്നൻസിയുടെ സമയത്തൊന്നും നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യാറില്ല. ഈവൻ ഇതിൻ്റെ അബ്സോർപ്ഷൻ വളരെ കുറവാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളതെങ്കിലും പ്രഗ്നൻസിയുടെ സമയത്ത് അധികം റിസർച്ച് നടത്താത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇത് യൂസ് ചെയ്യാതെ ഇരിക്കുന്നത്. സോ ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പ്രിസ്ക്രിപ്ഷനിലാണ് യൂസ് ചെയ്യേണ്ടത്. കുറച്ച് ടൈം എടുക്കും നമുക്ക് ആ ഡ്രൈനെസ്സും ഫ്ലേക്കിനെസ്സും സ്റ്റിങ്നെസ്സും മാറാനായിട്ട്. ഇതൊരു 2 to 3 മിനിറ്റ്സ് വരെ 2-3 ആഴ്ചയിലേ നിൽക്കത്തുള്ളൂ. അതിനേക്കാളും കൂടുതലായിട്ട് 5 മിനിറ്റ് കൂടുതലൊക്കെ നിങ്ങൾക്ക് ആ എരിച്ചിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ കണ്ണിൽ നിന്ന് ലിറ്ററലി വാട്ടർ വരുന്നൊരു സിറ്റുവേഷനോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ വാഷ് ഓഫ് ചെയ്യുക, യൂസ് ചെയ്യാതിരിക്കുക. അടുത്ത നിങ്ങളുടെ ഡോക്ടർ കൺസൾട്ടേഷൻ ഇതൊരു കറക്റ്റായിട്ട് പറയാം.
സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വ്യക്തമായിട്ട് ഡോക്ടറെ അടുത്ത് പറയാം, എൻ്റെ സ്കിൻ ബാരിയർ ഡാമേജ് ആണ്, അല്ലെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് ഇറങ്ങുമ്പോൾ എനിക്കൊരു എരിച്ചിലുണ്ട്, സോ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങളത് വ്യക്തമാക്കാതിരിക്കുന്ന സമയത്താണ്, ചില കണ്ണുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ ഒരു ഡാമേജ് മനസ്സിലാവാതിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ അവർക്കത് മനസ്സിലാവത്തില്ല. ആ സമയത്ത് നമുക്ക് അഡാപ്റ്റിൻ പ്രിസ്ക്രൈബ് ചെയ്യും, മോക്കുരു മാറാനായിട്ട് അഡാപ്റ്റിൻ പ്രിസ്ക്രൈബ് ചെയ്യും, നമ്മളിതിടും, നമുക്കൊരു ഇറിറ്റേഷൻ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, ഡോക്ടറിനെ കാണാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൈക്കോസിക്സ് ക്രീം ഞാൻ ഒരാൾ ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്, പീ സൈസ് എമൗണ്ട് അപ്ലൈ ചെയ്യാറുള്ളൂ, എനിക്കൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ്റെ കുറവും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി ഗ്ലൈക്കോളിക് ആസിഡ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റും അതുപോലെ തന്നെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്കൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ ഇൻറ്റൻസിറ്റി കുറയുന്നതായിട്ട് കാണാൻ പറ്റും, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് 6% എന്ന് വെച്ചാൽ നല്ല എക്സ്ഫോളിയേറ്റിംഗ് റേഞ്ചിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഡെയിലി നമ്മുടെ സ്കിന്നിൽ, പ്രത്യേകിച്ചും ഒരു 35 ഏജിനൊക്കെ താഴെയുള്ള ആളാണ് ഡെയിലി യൂസ് ചെയ്യുന്നതെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ് നമുക്ക് വരാം. ആദ്യത്തെ 1-2 ആഴ്ചയിലൊന്നും ആയിരിക്കത്തില്ല ഉണ്ടാവുന്നത്, അത് ഗ്രാജുവലി ചിലപ്പോൾ കൂടിക്കൂടി വരികയും നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആകും. അതായത് സണ്ണിലോട്ട് ഇറങ്ങുമ്പോൾ സൂര്യപ്രകാശം അടിക്കാൻ പറ്റാത്ത രീതിയിലൊരു സെൻസിറ്റിവിറ്റി ചിലപ്പോൾ വരാനുമുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ട് വരുമെന്നാൽ ചില സമയത്ത് നമുക്ക് വരാം, കാരണം ഓരോരുത്തരുടെയും സ്കിൻ റിയാക്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അയാളോട് ഡെയിലി ഗ്ലൈക്കോളിക് ആസിഡ് 6% യൂസ് ചെയ്യാൻ പറയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡെയിലി യൂസ് ചെയ്യുന്നതിന് പകരം വീക്കിലി 2 ദിവസം യൂസ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നൈറ്റ് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. അതുകൂടാതെ ഏതെങ്കിലും ഒരു ബ്രൈറ്റനിങ് സിറം ആയിട്ടുള്ള ആൾക്കാർ, ഈ സിറം നമ്മൾ ഇപ്പോൾ ഈ 6% ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അനുവ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല അനുവയുടെ നിയാസിനമൈഡ് സിറം, അതിനകത്ത് ട്രാനിക്സാമിക് ആസിഡ് ഉണ്ട്, പിഗ്മെന്റേഷൻ നമുക്ക് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ല ഒരു ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ സാധനം തന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളത് അടങ്ങിയിട്ടുള്ള ട്രാനിക്സാമിക് ആസിഡ് സിറം. ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഓവർ 6% ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനും മറക്കരുത്. സോ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറയത്തില്ല, പ്രത്യേകിച്ചും 6% എബോ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആൾ യൂസ് ചെയ്യുന്നത് ഒരു സിറം അല്ല, ഗ്ലൈക്കോസിക്സ് ക്രീമാണ്. ഞാൻ പണ്ട് ഗ്ലൈക്കോസിക്സ് ക്രീമിനെ പറ്റി പറഞ്ഞൊരു വീഡിയോയിലാണ് പുള്ളി ഇത് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഡെയിലി ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പറയത്തില്ല. ഇത് AHA ആണ്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓവറായിട്ട് യൂസ് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഡെഡ് സ്കിൻ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ന്യൂ സ്കിൻ സെൽസ് വരുമ്പോഴത്തേക്ക് ഇതിനെ ഇറിറ്റേറ്റ് ചെയ്യാനും സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും റീബൗണ്ട് പിഗ്മെന്റേഷൻ, അതായത് ഈ സ്കിൻ ഡാമേജ് ആയത് കാരണമുള്ള ഇറിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ വരാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മാക്സിമം ഡെയിലി യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിന് പകരം ഓൾട്ടർനേറ്റീവായിട്ട് മിനിമലിസ്റ്റിൻ്റെ ട്രാനിക്സാമിക് ആസിഡ് പ്ലസ് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കണ്ട. ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മോയ്സ്ചറൈസറും ഫോളോ അപ്പ് ചെയ്യാനും മറക്കണ്ട. വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് വരെയും അറിയാമെങ്കിലും ഞാൻ ഇന്ന് വരെയും ചാനലിൽ പറയാത്തൊരു വേർഡാണ് റീബൗണ്ട് പിഗ്മെന്റേഷൻ. കാരണം ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവണ്ട എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാനത് പറയാത്തത്. പക്ഷെ അതിനെപ്പറ്റി തന്നെ ഒരാൾ കമന്റ് ബോക്സിൽ ചോദിച്ചത് എനിക്ക് വളരെ സന്തോഷം. കാരണം എല്ലാവരും സ്കിൻ കെയർ കുറച്ചും കൂടെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ ഉള്ളത് അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ സ്കിൻ ബാരിയർ ഡാമേജ് അത് കാരണം റീബൗണ്ടഡ് പിഗ്മെന്റേഷൻ എൻ്റെ സ്കിന്നിൽ വന്നു, ഇതെങ്ങനെ മാറ്റും എന്നുള്ളത്. ഇതെന്താണ് ഈ റീബൗണ്ട് പിഗ്മെന്റേഷൻ എന്ന് അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകും. ഈ വരുന്ന ഇറിറ്റേറ്റഡ് ആയിട്ട് വരുന്ന പിഗ്മെന്റേഷനെയാണ് നമ്മൾ റീബൗണ്ട് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പേര് അറിഞ്ഞിടാത്തതുകൊണ്ടും ഇങ്ങനത്തെ പിഗ്മെന്റേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ബേസിക്കലി പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? ട്രാനിക്സാമിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, കോജിക് ആസിഡ്. പിന്നെ ചില ആൾക്കാർ നിയാസിനമൈഡ്, വിറ്റാമിൻ സി യൂസ് ചെയ്യും. ഇത് അത്ര ഹെൽപ്പ് ചെയ്യത്തില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ട്രാനിക്സാമിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, കോജിക് ആസിഡ്. ഇതിനകത്ത് ഏതായിരിക്കും നന്നാവുക? അസലിക് ആസിഡ് ഈവൻ ദോ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഈ ഒരു സമയത്ത്, അതായത് നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അസലിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല. റൊസേഷ്യ പോലൊരു കണ്ടീഷൻ ആണെങ്കിൽ അസലിക് ആസിഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് അസലിക് ആസിഡ് അല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കോജിക് ആസിഡും നമ്മുടെ സ്കിന്നെ സെൻസിറ്റീവ് ആക്കുന്നത് കൊണ്ട് തന്നെ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സ്കിന്നും കൂടെയാണ് ചിലപ്പോൾ ഒന്ന് ഓവർ സെൻസിറ്റീവ് ആക്കാൻ ചാൻസ് ഉണ്ട്. സോ കോജിക് ആസിഡ് നമുക്ക് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് ബാക്കി? ട്രാനിക്സാമിക് ആസിഡും ആൽഫ ആർബിറ്റും. സോ എൻ്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ട്രാനിക്സാമിക് ആസിഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക്
ഇതിലോട്ടും പോകാം, ഏതാണ് ആൽഫ ആർബിറ്റിലോട്ട് പോകാം, അല്ലെങ്കിൽ ഇത് രണ്ടും കമ്പൈൻഡ് യൂസ് ചെയ്യും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഓക്കെ ആയി എന്നതിന് ശേഷം ഈ ഒരു സെറത്തിലോട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ റീബൗണ്ട് പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ സ്കിൻ ബാരിയർ ഓക്കെ ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പിഗ്മെൻറ്റേഷനെ പറ്റി ചോദിക്കുന്നുണ്ടാവുക. അഥവാ നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയി പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ജെന്റിലായിട്ടുള്ള ഇത് മൂന്നും യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ബാരിയർ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു എരിച്ചിൽ പോച്ചിൽ ഒന്നുമില്ല എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ട്രാൻഎക്സാമിക് ആസിഡ്, ആൽഫ ആർബിറ്റിനിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും കൂടെ അടങ്ങിയ ഒരു ബ്രൈറ്റനിങ് സിറമോ യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ട്രാൻഎക്സാമിക് ആസിഡ് എന്ന് വെച്ചാൽ ലെസ് ഇറിറ്റേറ്റിംഗ് ആണ്. പിന്നെ പുതിയതായിട്ടുണ്ടായ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ട്രാൻഎക്സാമിക് ആസിഡ് ആണ്. പിന്നെ ഇത് മൈൽഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് ആൽഫ ആർബിറ്റിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ടാവുക സൺ ഡാമേജിൽ നിന്നും കൂടെ ആയിരിക്കും. ഇപ്പോൾ ആൽഫ ആർബിറ്റിന് ടാനിങ് മാറ്റാനായിട്ട് ഏറ്റവും നല്ലത്. സോ ആൽഫ ആർബിറ്റിന് ട്രാൻഎക്സാമിക് ആസിഡ്. സുഗന്ധയുടെ ട്രാൻഎക്സാമിക് ആസിഡ് സിറം നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഹൈഫിൻ്റെ ട്രാൻഎക്സാമിക് ആസിഡ് സിറം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് സ്കിൻ 1004ൻ്റെ ട്രാൻഎക്സാമിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. നിയാസിനിമൈഡ് സിറം ഇല്ലേ, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മിനിമലിസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, കാരണം അതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട്. സോ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. സോ ഇന്നത്തെ Q&A സെക്ഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ചോദിച്ച ഒരുവിധം ക്വസ്റ്റ്യൻ, ഒരുവിധമല്ല 3 ക്വസ്റ്റ്യൻ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തുള്ളൂ. കാരണം ലോങ് ആയിട്ട് പറയാനുള്ളത് 3ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ കമന്റ് ബോക്സിൽ റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അതിപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ആർക്കെങ്കിലും റിപ്ലൈ ക്വസ്റ്റ്യൻ ഞാൻ ഷോർട്ടിൽ പറഞ്ഞതിനെ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് പറയണം എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേ സൺഡേസിലും വരുന്നവർ ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.